ഹായ് ഓൾ, അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്തവണ ഹൃദയപൂർവ്വം മോഹൻലാൽ പ്രധാന കഥാപാത്രത്തിലെത്തി നമ്മുടെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് അനൂപ് സത്യൻ തിരക്കഥ എഴുതിയ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ റിവ്യൂയിലേക്ക് പോകാം. ഈ സിനിമ യാതൊരുവിധ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ യാതൊരുവിധ ഹൈപ്പോ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തിയത് ഓണം റിലീസായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. മികച്ചൊരു തിയേറ്റർ അനുഭവമായിരുന്നു ഈ സിനിമ എനിക്ക് നൽകിയിരുന്നത്. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന പ്രധാന കഥാപാത്രം ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും അതിനുശേഷം തനിക്ക് ഹൃദയം തന്ന ആളുടെ കുടുംബത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലം, ഇതിൻ്റെ പ്രധാന ലൊക്കേഷൻ വരുന്നത് പൂനെയാണ്. അപ്പോൾ പൂനെയുടെ മനോഹാരിത വളരെ നല്ല രീതിയിൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പണ്ട് മുതലേ ഉള്ള ഹിറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള മോഹൻലാലും അതേപോലെ സത്യൻ അന്തിക്കാടും അവരുടെ ആ എവർഗ്രീൻ കോംബോ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ നമുക്ക് എന്താ പറയുക, പൂർവാധികം നീതി പുലർത്തിയിട്ട് തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഇനി ഇതിലെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ മോഹൻലാലാണ്. അദ്ദേഹം ആ ക്യാരക്ടറിലേക്ക് അഡാപ്റ്റ് ചെയ്തേക്കുന്ന ഒരു രീതി, അതായത് കൂടുതലും ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി എൻ്റർടൈനറാണ്, ഒരു പാക്കേജാണ്. പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാൻ അല്ലെങ്കിൽ ഹൃദയത്തെ തൊടുന്ന അല്ലെങ്കിൽ തിയേറ്റർ അനുഭവമാണ് ഹൃദയപൂർവ്വം. പേരിനോട് 100% നീതി പുലർത്തിയ ഒരു ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ മോഹൻലാൽ ഇപ്പോൾ നമുക്കറിയാം, മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു സിനിമയിൽ കാഴ്ചവെക്കുന്ന ഒരു പ്രകടനമുണ്ട്. അപ്പോൾ അതിനോട് കട്ടയ്ക്ക് നിൽക്കുക അല്ലെങ്കിൽ അതിന് മേളിലൊരു ലെവലിൽ നിൽക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയിൽ സംഗീത് പ്രതാപ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മോഹൻലാലുമായിട്ടുള്ളൊരു കെമിസ്ട്രി, ഇവർ രണ്ടുപേരുമായിട്ടുള്ള കെമിസ്ട്രിയും അതൊരു പോസിറ്റീവ് വൈബിലേക്ക് ഈ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. പല സ്ഥലത്തും ഒരു ലോ മൊമെൻറ്റിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ സംഗീത് പ്രതാപ് അല്ലെങ്കിൽ മോഹൻലാൽ ആ ലോയെ ഹൈ ആക്കി മാറ്റി വീണ്ടും നമ്മളെ എൻഗേജിങ് ആയിട്ട് ഈ 2.5 മണിക്കൂർ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു മാജിക്കാണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അതിന് തിരക്കഥ വളരെയധികം കയ്യടി അർഹിക്കുന്നുണ്ട്. അതേപോലെ സത്യൻ അന്തിക്കാടിൻ്റെ പണ്ട് മുതലേ കണ്ടുവന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതിയുണ്ട്. ഇതിൽ കോമഡി, അതേപോലെ തന്നെ ഇതിൽ കുറച്ച് ഈ പറയുന്ന നമുക്ക് ഇമോഷണൽ സീനുകൾ, പിന്നെ ഒരു ചെറിയ ഫൈറ്റ് വരുന്നുണ്ട്. ആ ഫൈറ്റ് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിലിപ്പം ഓക്കെ, ഒരു മോഹൻലാലിനെ പോലെ ഒരു ഭയങ്കര എന്താ പറയുക സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഒരാളെ ഒരു ചെറിയ സാധാരണക്കാരനായിട്ട്, അതായത് പണ്ട് മുതലേ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്പർശിച്ച മോഹൻലാൽ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായി പുള്ളി വരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ കുറേ നാളായിട്ട് അത് മിസ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു ഇതിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് ഹൃദയപൂർവ്വത്തിലൂടെ. അതായത് ഒരു ചെറിയ ഒരു ലൈറ്റ് പേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ നാടൻ ഒരു എന്താ പറയുക ഫാമിലി മൂവി, അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ യാതൊരുവിധ ഓവർ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊരു സിമ്പിൾ സിനിമയാണ്. ഇപ്പോൾ ഇത് തിയേറ്ററിക്കൽ ഡിമാൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട്, നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ പ്രായമായ ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ നന്മ നിറഞ്ഞൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഒരുപാട് ഡയലോഗുകൾ ലാലേട്ടൻ പറയുന്നതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒരുപാട് വലിയൊരു തോട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുറേ ടൈപ്പ് ഡയലോഗുകളുണ്ട്. പിന്നെ ഇതിൽ കാസ്റ്റിങ്ങിലേക്ക് പോകുമ്പം സംഗീത് പ്രതാപ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പഴയ നടി സംഗീത, പുള്ളിക്കാരിയുടെ ആ ഒരു ഇതിൽ കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതാണ് മെയിൻ തിങ്. കോസ്റ്റ്യൂംസൊക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അതിനനുസരിച്ച് നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ സംഗീത, പഴയ നടിയായ സംഗീത, അതേപോലെ നമ്മുടെ മാളവിക മോഹനൻ്റെ തുടക്കം കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചെങ്കിലും പിന്നീട് പുള്ളിക്കാരി വളരെ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് ആ ഒരു പൂനെയിലുള്ളൊരു മലയാളി പെൺകുട്ടി എങ്ങനെയൊക്കെ ഡയലോഗ് അല്ലെങ്കിൽ മലയാളം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമോ അതേ രീതിയിലാണ് ആ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഹർ കോസ്റ്റ്യൂംസ് വെർ വെരി ഗുഡ്. പിന്നെ അത് അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മുടെ കുറേ സീനിയർ ആക്ടേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. മോഹൻലാലിനോടൊപ്പം സിദ്ദിഖ്, പുള്ളി ഏത് ക്യാരക്ടർ കൊടുത്താലും മിനിമം ഗ്യാരണ്ടി ചെയ്യുന്ന സിദ്ദിഖിൻ്റെ മികച്ചൊരു പ്രകടനം. അതേപോലെ തന്നെ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ്റെ ഒരു മികച്ച കോമഡി കലർന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലാലു അലക്സ്, അതൊക്കെ അവർ ചെയ്തില്ലെങ്കിൽ അവരല്ലാതെ വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചളിയായി പോകാവുന്ന കാര്യങ്ങൾ അവരുടേതായ ഒരു പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ശൈലിയിൽ അവർ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അടുത്തൊരു മെഗാ പോസിറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് വർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ടുവേർഡ്സ് ദി ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഫാസ്റ്റ് പേസിൽ വരുമ്പോൾ ഒരു മ്യൂസിക് ഇടുന്നുണ്ട്. അത് നമ്മുടെ ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ നമുക്ക് മോശമായിട്ട് പറയാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ലോക എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോക എന്ന് പറഞ്ഞൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പടമാണ്. ഇതും ഞാൻ ചോദിക്കുകയാണെങ്കിൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനപ്പുറം
ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഓറ. അതേപോലെ മോഹൻലാലിൻ്റെ എക്സ്പ്രഷനിലൂടെ ഒരുപാട് കോമഡി മോഹൻലാൽ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡയലോഗ് വേണ്ട, അല്ലെങ്കിൽ കുറേ കാട്ടിക്കൂട്ടലുകളൊന്നും വേണ്ട, ചെറിയ ചെറിയ എക്സ്പ്രഷനുകളിൽ ആ പണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു മോഹൻലാലിൻ്റെ ഒരു വേർഷൻ ഇവിടെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ എക്സ്പ്രഷനിലൂടെ നമ്മളെ ചിരിപ്പിക്കുക. അതേപോലെ ഇങ്ങനെ പടം ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഓക്കെ ഇത് എന്താണ്, ഇത് ഇത്തിരി ലാഗ് ആവുന്നുണ്ടോ എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഹ്യൂമർ ജനറേഷൻ, അത് അമൽ ഡേവിസ് ആയിട്ട് മുന്നേ വന്നിട്ടുള്ള നമ്മുടെ സംഗീത് പ്രതാപ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വീഡിയോ കോളിൽ വരുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്, അതായത് ഒളിച്ചോടിയ കാമുകിയാണ് മോഹൻലാൽ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒളിച്ചോടിയ ആ പുള്ളിക്കാരിയുടെ ക്യാരക്ടർ, ആ പുള്ളിക്കാരി ആ പേരെനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മോഹൻലാലിൻ്റെ ക്ലൗഡ് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ വളരെ നല്ല രീതിയിൽ ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നും പോയവരൊക്കെ വളരെ നല്ല രീതിയിൽ അവർക്ക് കിട്ടിയ ചാൻസ് പ്രോപ്പറായിട്ട് ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു മെയിൻ പോസിറ്റീവ്. പിന്നെ നമുക്ക് ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കുക, ലാലേട്ടൻ്റെ ആ ഒരു കുട്ടിത്തം നിറഞ്ഞ ചിരിയും അതേപോലെ ഡയലോഗ് ഡെലിവറിയും, ലാലേട്ടൻ്റെ ഒരു അടിപൊളി കോസ്റ്റ്യൂംസും, ലാലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പരിധി വരെ ചില സീനുകളിൽ താടി മാറ്റിയിട്ട് മീശ മാത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊടുത്ത കാശ് മുതലാവും. സീരിയസ്ലി ഒരു അടിപൊളി സിനിമയാണ്, നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഹൃദയപൂർവ്വം. ഹൃദയത്തിൽ സ്പർശിച്ച അല്ലെങ്കിൽ ഹൃദയം നിറച്ച ഹൃദയപൂർവ്വം. ലാലേട്ടൻ ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് പറയുന്ന പോലെ ഹൃദയത്തിൽ ചാലിച്ച ഒരു എഴുത്താണ്, അല്ലെങ്കിൽ ഒരു ഇതാണ്, പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി വന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു സിനിമ. ആൻഡ് സത്യൻ അന്തിക്കാടിന് ഇനിയും മോഹൻലാലിനെ പോലെ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല നടന്മാരെ വെച്ചിട്ട് നല്ല സിനിമകൾ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് എന്ന്. കാരണം കുറേ പഴയ ഡയറക്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ പുള്ളി ഇപ്പോഴും അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസായിട്ടും കൂടിയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ ഫാമിലിയായിട്ട് നിങ്ങൾ ഓണത്തിന്, ഈ പറഞ്ഞ ഓണം വെക്കേഷന് നിങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹൃദയപൂർവ്വം പ്ലേസ് ചെയ്യാം. നിങ്ങൾ ആരും നിരാശപ്പെടത്തില്ല, അടിപൊളിയാണ്. അതുപോലെ ലോക ഞാൻ കണ്ടിട്ടുണ്ട്, ലോകയുടെ റിവ്യൂ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകളുടെ റിവ്യൂ കാര്യങ്ങളോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, ഞാൻ കണ്ടിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.